News updates powered by Medex Medical Center, Kuwait. Promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC മണി എക്സ്ചേഞ്ച് കുവൈറ്റ്. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുവൈറ്റിലേക്ക് ഫിലിപ്പിനോ തൊഴിലാളികൾക്ക് പ്രവേശന വിസ അനുവദിക്കുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഫിലിപ്പീൻ അധികൃതരിൽ നിന്നും ഉണ്ടായ വീഴ്ചയെ തുടർന്നാണ് നടപടി. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തൊഴിൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഫിലിപ്പീൻ അധികൃതരിൽ നിന്നും ഉണ്ടായ വീഴ്ചയെ തുടർന്നാണ് ഫിലിപ്പിനോ തൊഴിലാളികൾക്ക് താൽക്കാലിക വിസ നിരോധനം ഏർപ്പെടുത്തിയത് എന്നാണ് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തത്. കുവൈത്തിൽ വീട്ടുവേലക്കാരിയായിരുന്ന ഫിലിപ്പിനോ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുവൈത്തിലേക്ക് പുതിയ തൊഴിലാളികളെ അയക്കുന്നത് ഫിലിപ്പീൻസ് നിർത്തിവച്ചിരുന്നു. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിനിധികൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചർച്ചകൾ നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് കുവൈറ്റിന്റെ അപ്രതീക്ഷിത തീരുമാനമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. നിക്ഷേപ സാധ്യതകൾ തേടി ഇന്ത്യ കുവൈറ്റ് നിക്ഷേപ സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ IPBCയുടെ സഹകരണത്തോടെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം. കുവൈത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി KCCI, യൂണിയൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് UIC എന്നിവയുടെ പിന്തുണയോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗ സംസാരിച്ചു. കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രി മുഹമ്മദ് ഉസ്മാൻ മുഹമ്മദ് അൽ ഐബാനെ പ്രതിനിധീകരിച്ച് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അനീസി മുഖ്യ അതിഥിയായി പങ്കെടുത്ത സമ്മേളനത്തിൽ നിക്ഷേപ അവസരങ്ങൾ സംബന്ധിച്ച പാനൽ ചർച്ചയും നടന്നു. കുവൈത്തിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങൾ, നിക്ഷേപ കമ്പനികൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു. ഓപ്പൺ ഹൗസിൽ അംബാസിഡർ പങ്കെടുക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിക്ക് ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ് ഓപ്പൺ ഹൗസ് നടക്കുക. അന്നേ ദിവസം രാവിലെ 11:30 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരായ പ്രവാസികളുടെ വിവിധ പ്രശ്നങ്ങളും പരാതികളും ഓപ്പൺ ഹൗസിൽ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക നേരിട്ട് ചോദിച്ചറിയും. കോൺസുലർ ഉദ്യോഗസ്ഥരും അംബാസിഡറിന്റെ കൂടെ ഓപ്പൺ ഹൗസിൽ ഉണ്ടാകും. ബുധനാഴ്ചകളിലായിരുന്നു എംബസിയുടെ പ്രതിവാര ഓപ്പൺ ഹൗസ് നടന്നു വന്നിരുന്നത്. ഇത്തവണ വ്യാഴാഴ്ചയാണ് ഓപ്പൺ ഹൗസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് വെബ്ജിയോർ. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ മംഗഫ് ഡോക്ടർ PA ഇബ്രാഹിം ഹാജി അനുസ്മരണ സമ്മേളനവും സെമിനാറും സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP, MK മുനീർ MLA എന്നിവർ മുഖ്യാതിഥികൾ ആയിരുന്നു. സ്കൂൾ സ്ഥാപകനും ചെയർമാനുമായിരുന്ന ഡോക്ടർ PA ഇബ്രാഹിം ഹാജി അനുസ്മരണത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ MK മുനീർ MLA ഇബ്രാഹിം ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തി. അബു ഇക്ബാൽ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി രചന നിർവഹിച്ച് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സലിം ഈണം നൽകി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആലപിച്ച മലയാളം കവിതയും സ്കൂൾ അറബിക് വിഭാഗം തയ്യാറാക്കിയ അനുസ്മരണ കവിതയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. മാധ്യമങ്ങൾ നിഷ്പക്ഷമോ അല്ലയോ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ പ്രമുഖ വാഗ്മിയും പാർലമെന്റ് മെമ്പറുമായ NK പ്രേമചന്ദ്രൻ സംസാരിച്ചു. പേസ് ഗ്രൂപ്പ് CEO ആസിഫ്, ഇബ്രാഹിം ഹാജിയുടെ മകൻ ആദിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ സീനിയർ സെക്ഷൻ കോർഡിനേറ്റർ ഷിഹാബ് നീലഗിരി ചടങ്ങുകൾക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇന്ത്യ കുവൈറ്റ് നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം കുവൈറ്റിലെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. ഇൻവെസ്റ്റ് ഇന്ത്യ പ്രതിനിധി സംഘം കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി MD ഗാനെം അൽ ഗനൈമാനുമായും യൂണിയൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ചെയർമാൻ സാലെ അൽ സൽമിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള നിക്ഷേപ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രതിനിധികൾ കുവൈത്ത് ഹോസ്പിറ്റലിലെ CEO അലക്സാണ്ടർ ജംഗ്ലോസ്കിയുമായും ആശുപത്രിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. സിനർജീസ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മെഡിക്കൽ മേഖലയിലെ പരസ്പര സഹകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ.
ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.